ഇത് കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്ന ഒരു വലിയ ഭൂതങ്ങളും ഈ പറയുന്ന അസുരന്മാരും ഒക്കെ അനുഗ്രഹമായി മാറുന്ന ഒരുപാട് എപ്പിക് സ്വഭാവങ്ങളുണ്ട്. അപ്പൊ ചില ഭൂതങ്ങൾ അനുഗ്രഹമായി മാറണമെങ്കിൽ ചില വ്യതിയാനങ്ങൾ സംഭവിക്കണം. ഭാരതീയ ജനതാ പാർട്ടി മുഖ്യമന്ത്രിമാരുള്ള സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് കേന്ദ്രത്തിന്റെ അനുഗ്രഹം കൂടുതലായി ചെന്ന് പതിയുന്നു എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇനിയും ബോധ്യമായിട്ടുണ്ട്. അത് പ്രീണനമാണെന്നാണ് കരുതുന്നത്. ഇല്ല, കേന്ദ്രം ഗുണകരം 100% ഗുണകരമെന്ന് നിശ്ചയിച്ച ഒരു പദ്ധതി ഒരു സംസ്ഥാനത്തിന് കൊടുക്കുമ്പോൾ അത് സുഗമതയോടുകൂടി നടപ്പിലാക്കി എടുക്കാനുള്ള ആർജവം കാട്ടുന്ന രാഷ്ട്രീയ ക്യാൻസർ ബാധിക്കാത്ത ഒരു ഭരണ സമ്പ്രദായമാണ് സാധ്യമാക്കിയെടുക്കുന്നത്. അങ്ങനെ ഒരു ക്യാൻസർ മുക്ത ഭരണം കേരളത്തിൽ വരണം. അങ്ങനെ ഒരു ഭരണം അല്ലെങ്കിൽ നമ്മളെപ്പോഴും യാഥാർത്ഥ്യ ബോധം ഇതൊക്കെ ആവശ്യമാണ്. രാഷ്ട്രീയത്തിലെല്ലാം നമ്പറുകൾ പെരുപ്പിച്ച് കാട്ടിയൊന്നും നമുക്ക് ആരെയും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ആ നമ്പറുകൾ നേടിയെടുക്കാൻ ശ്രമിക്കും. അപ്പൊ യാഥാർത്ഥ്യ ബോധത്തോടെ പറയുമ്പോൾ ഒരു ഭരണം നമുക്ക് കൈവന്നില്ല എങ്കിൽ പോലും ആര് ഭരണത്തിൽ വന്നാലും അവരെ നിലയ്ക്ക് നിർത്തി ജനഹിത ഭരണം നൽകലുകൾ നടപ്പിലാക്കുന്ന തരത്തിൽ ഒരു ശക്തിയായി നമുക്ക് പ്രവർത്തിക്കാൻ സാധിച്ചാൽ പിന്നെ 2031 വരെ കാത്തു നിൽക്കേണ്ടി വരില്ല. സോദരങ്ങളെ, നമുക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറാനുള്ള ഒരു രാഷ്ട്രീയ ഭാവി ഉറപ്പായിട്ടും നമുക്കുണ്ട്. അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഈശ്വരൻ നമ്മളെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് ഈ ഒരു പ്രചരണം അവശേഷിക്കുന്ന ദിവസങ്ങളിൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുന്നു. പാർട്ടിക്കാരെ മാത്രം പ്രചാരകരാകുന്ന കാലഘട്ടവും മാറിയിരിക്കുന്നു. എനിക്കിവിടെ SG ഫോർ പാർലമെന്റ്, അതുപോലെ തന്നെ വിമൻസ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞ് ആയിരക്കണക്കിന് സ്ത്രീകളാണ് എറണാകുളത്ത് നിന്നും മുംബൈയിൽ നിന്നും ഇവിടെ തൃശ്ശൂരിൽ വന്ന് ഏതാണ്ട് 40 ദിവസക്കാലം 25 പേരെയും 50 പേരെയും ബാച്ചുകളായി വന്ന് പ്രവർത്തിച്ചു പോയി. അവരെല്ലാവരും BJP-ക്കാരാണ്. ഒരുപക്ഷെ നരേന്ദ്രമോദിയെ ഇഷ്ടപ്പെടുന്ന നരേന്ദ്രമോദി പടയാണ് ഇവിടെ വന്ന് പണിയെടുത്തത് BJP-ക്കാരെ മാത്രമാണ്. കേരളത്തിലെ ജനങ്ങള് ഒരുപക്ഷെ മോദി ഭരണത്തിന്റെ നന്മ ഞങ്ങൾക്കും വേണം എന്ന് പറയുമ്പോൾ അത് BJP-ക്കാരാകുന്ന ഒരു കേരള ജനതയാകരുത്. BJP ഇതര മനസ്ഥിതിയുള്ളവരും എനിക്ക് വോട്ട് ചെയ്യുന്നതിൽ അങ്ങനെയുള്ള എല്ലാ സഹ രാഷ്ട്രീയ പ്രവർത്തകരെയും നമുക്ക് രാജ്യത്തിന് വേണ്ടിയും കേരളത്തിന് വേണ്ടി ചിന്തിച്ച് മനസ്ഥിതി മാറി ഒരു സദ്ഭരണം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന് അടിത്തറ പാകേണ്ടതും നമ്മുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി തന്നെയാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് പറഞ്ഞ് തികയുന്നില്ല. നിങ്ങൾക്ക് കേട്ട് തികഞ്ഞ് കാണില്ല എനിക്ക് നല്ല വിശ്വാസവും. പക്ഷെ ഇനിയും നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ഇരിപ്പ് വേണം, ഒരു ചർച്ച വേണം, ഒരു സംവാദം വേണം, ആശയങ്ങൾ കൈമാറണം. ഇതിലൂടെ മാത്രമേ നമുക്ക് അടുത്ത ദിവസത്തെ രാഷ്ട്രത്തിന്റെ ആവശ്യം എന്ന് പറയുന്ന രാഷ്ട്രത്തോട് ചേർത്ത് നിൽക്കുന്ന രാഷ്ട്രീയം വളരണമെങ്കിൽ അതിലൂടെ മാത്രമേ സാധിക്കൂ. അതിനെ കലിംഗെന്ന് വിളിക്കാം, SG കോഫി ടൈംസ് എന്ന് വിളിക്കാം, ജസ്റ്റിൻ കോഫി ടൈംസ് എന്ന് വിളിക്കാം, രാധാകൃഷ്ണൻ കോഫി ടൈംസ് എന്ന് വിളിക്കാം, രമേശ് കോഫി ടൈംസ് എന്ന് വിളിക്കാം, ശോഭ കോഫി ടൈംസ് എന്ന് വിളിക്കാം. ചർച്ചകൾ നടക്കും. ഇവിടെ ഗോപു പറഞ്ഞില്ല, ഒരു MP ജനങ്ങളോട് കൂടി ഇങ്ങനെ സംബന്ധിച്ചിട്ടില്ല. ഇത് 2019 ഞാൻ സത്യനന്ദിക്കാട് സത്യേട്ടന് കൊടുത്ത വാക്കാണ്. ജയിച്ചു വന്നാൽ നടപ്പിലാക്കാൻ പോകുന്ന ആദ്യത്തെ പദ്ധതി ജനങ്ങളുമായിട്ടുള്ള സംഗമം, കലിംഗ സംഗമം. ഇതിനെ അവർ ഭയപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു സമ്പ്രദായത്തെ അവർ
നഖശിഖാന്തം എതിർക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, ഇത് ഫലവത്താകുന്നു, ഇത് അവർക്ക് ദോഷമാകുന്നു. മാത്രം വിചാരിച്ചാൽ അപ്പൊ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കും. അത് ഗർഭമായാലും അതിനെ ചിന്തനം ചെയ്ത് കളഞ്ഞാൽ മാത്രമേ മുന്നോട്ട് ഗതിയുള്ളൂ എന്ന് വിചാരിച്ചു. ഞാൻ ആർക്കിട്ടും കുത്തിയതല്ല, ഞാൻ റെഫറൻസ് എടുത്തതുമാണ്. അതെനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഇലക്ഷൻ വെക്കുന്ന സമയത്ത് ഒരു തവണ പോലും ശ്രീ മുരളീധരനെന്നോ ശ്രീ സുനിൽകുമാറെന്നോ പറഞ്ഞിട്ടില്ല. എൻ്റെ എതിർ സ്ഥാനാർത്ഥികളുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പലപ്പോഴും വളരെ മോശപ്പെട്ട രീതിയിൽ അദ്ദേഹം ചില പ്രയോഗങ്ങൾ നടത്തിയപ്പോൾ ഞാൻ അത് ലീഡറുടെ മകനായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ചേട്ടൻ എന്തേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം പറഞ്ഞു. അപ്പൊ അതിലേക്ക് നമ്മൾ ഡൈവേർട്ടായി പോകരുത്. ഫോക്കസ് ഓൺ ഡെവലപ്മെന്റ്, ഫോക്കസ് ഓൺ ദി ഡ്രീംസ് ഓഫ് ദ പീപ്പിൾ, ഫോക്കസ് ഓൺ വാട്ട് ഷുഡ് ബി യുവർ പ്രോമിസ്. നിങ്ങളുടെ വാഗ്ദാനം എന്താണെന്ന് വളരെ ശ്രദ്ധിച്ച് പറഞ്ഞു. എന്റെ പദ്ധതികളെ സംബന്ധിച്ച് ഞാൻ വാഗ്ദാനങ്ങളല്ല നൽകിയത്. ഞാൻ കാണുന്ന കാഴ്ചപ്പാട് ഇതാണ്. ഇതിലൊരു 25% എനിക്ക് സാധ്യമാക്കി എടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ വക കാര്യങ്ങളല്ല നമുക്ക് നാളെ സാധ്യമാകുന്ന കാര്യങ്ങൾ. ഇപ്പൊ ഇതിൽ ഈ സ്പിരിച്വൽ ടൂറിസം എന്ന് പറയുന്നത് സ്റ്റേറ്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് വഴി, ടൂറിസം മിനിസ്ട്രി വഴി മാത്രമേ സാധ്യമാകൂ. കോർപ്പറേറ്റീവ് ഫെഡറലിസം എന്ന് പറയുന്നത് ഭൂതത്തിന്റെ കളി നടക്കുന്നത് അവിടെയാണ്. ഫ്രാൻസിസ് ജോർജ് ഇല്ലിക്കൽ കല്ലും ഇലവിട പൂച്ചതയ്ക്കും എത്രയോ പദ്ധതികൾ കൊണ്ടുവന്ന് വാഗമണുമായിട്ട് ബന്ധപ്പെട്ടു കുത്തിപ്പിക്കുന്ന പ്രോജക്റ്റുകളാണ് കേരള സർക്കാർ ഇതുവരെ തന്നത്. ഇപ്പോ ഈ അയ്യപ്പദാസന്റെ ഒരു ഉടായ്മ പരിപാടി നടക്കുന്നുണ്ട് വോട്ടുമായി ബന്ധപ്പെട്ട്. ഇവിടെ തൃശ്ശൂർ വന്ന് പുലിക്കളിയുടെ കാര്യം പറഞ്ഞു. അതിന് ഞാൻ ശക്തമായ വിശദീകരണം നൽകിയിട്ടുണ്ട്. സത്യമായ വിശദീകരണം നേരിടാൻ പറ്റുന്നില്ല. ആരായാലും ശരി, CPM-ന്റെ മുഖ്യമന്ത്രിയുണ്ടെങ്കിലും ശ്രീ പിണറായി വിജയൻ ഉണ്ടെങ്കിലും ഒരു വിവരത്തിൽ നമുക്ക് സംസാരിക്കാം. സൗഹൃദ സംഭാഷണം എവിടെയാണ് വീഴ്ച പറ്റുന്നത്? ഈ കേരള സർക്കാർ കൊടുക്കാനുള്ള പുലിക്കളി സംഘടനകൾക്ക് കൊടുക്കാനുള്ള 50,000 രൂപ ഇതുവരെ കൊടുത്തിട്ടില്ല. ആരെങ്കിലും പറഞ്ഞു ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ മാത്രമാണ് കേന്ദ്രത്തിൽ നിന്ന് ആ 3 ലക്ഷം ഉള്ളത്. അത് 5 ലക്ഷം ആക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമം നടത്തിയിട്ടുള്ളത്. അടുത്ത വർഷം അത് സാധ്യമാകുമെന്ന് പറയുന്ന ആത്മവിശ്വാസം എനിക്ക്. അത് ഇവിടെ മാത്രമല്ല, വടകരയിലെ മാതൃകൾക്കും അറിയേണ്ടത് തൃശ്ശൂർ MP കൊടുത്തു എന്ന് ചെയ്യുന്നത്. അത് വിരോധാഭാസമല്ല, പക്ഷെ അതൊരു പ്രതിഭാസമാണ്. കേരളത്തിലെ 19 മണ്ഡലങ്ങളിലും നോട്ടം തൃശ്ശൂരിലേക്ക് നടന്നുകൊണ്ട് ഒരു വർഷവും 5 മാസവും കൊണ്ട് എന്ത് സ്വർഗമാണ് ഇവിടെ പടുത്തുയർത്തിയത് എന്ന് മാത്രമാണ് അവർക്ക് എല്ലാം അറിയുന്നത്. ആ വടകരയിലെ വക്കീൽ മാത്രയോട് ഞാൻ എവിടെ കൊണ്ട് പറയുന്നു, അദ്ദേഹത്തിന്റെ ചില കല്യാണം, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ചില കല്യാണന്മാർ നടത്തുന്ന ഒരു സൊസൈറ്റിയുണ്ട്. ആ സൊസൈറ്റിയുടെ പ്രോജക്റ്റിന് കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് 100 കോടി രൂപയാണ്. ടൂറിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഞാനും കൂടി ഒപ്പിട്ട് സാക്ഷിയുടെ കീഴിൽ വരുന്ന ഒരു പദ്ധതിക്കാണ് അവിടെ അനുമതി കൊടുത്തിരിക്കുന്നത്. അടുത്ത മാർച്ച് 31-ന് മുമ്പ് അത് പൂർത്തീകരിക്കേണ്ട ചുമതലയാണ്. അപ്പൊ വടകരയിൽ ഇരുന്നുകൊണ്ട് ഇവിടുത്തെ ചെലവും സ്വർണവും ഒന്നും ചേരണ്ട. ഇതൊക്കെ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുന്ന കാര്യമാണ്. ആലപ്പുഴയിൽ കൊടുത്തിട്ടുണ്ട്, അത് ശോഭയല്ല. എത്ര കോടി കൊടുത്തു, അത് എന്തിനു വേണ്ടിയാണ്? വാട്ടർ ലാൻഡ് അല്ലെ, പുന്നമട. കൊല്ലത്ത് കൊടുത്തിട്ടുണ്ട്, മലമ്പുഴ ഉദ്യാനം. എല്ലാവരും നിലവിളിക്കുന്നുണ്ടോ? TV-യിലൊക്കെ വരുന്നില്ലേ? അവിടെയും കൊടുത്തു. അപ്പൊ ടൂറിസം മന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിന്റെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ നോക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിന്റെ ഭരണം കിട്ടുന്ന മാത്രയിൽ തന്നെ ഇപ്പോ ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതുപോലെ 45 ദിവസം കൊണ്ട് ബ്ലൂ പ്രിന്റ് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. ഇവിടെയും അത് സാധ്യമാകും. കണ്ണൂർ വിളിച്ചാൽ അവിടെയും സാധ്യമാകും.
ആലപ്പുഴ പിടിച്ചാൽ അവിടെയും സാധ്യമാണ്. എല്ലായിടത്തും ഭരണം പിടിച്ചെടുക്കുന്നിടത്തെല്ലാം 45 ദിവസത്തിനുള്ളിൽ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് വന്നിരിക്കും. കാരണം നമുക്കിത് അടുത്ത മെയിലേക്ക് മാത്രമല്ല, ഒരുപക്ഷെ ഭാരതത്തിൽ 2014 നടന്ന ഭരണം പിടിച്ചെടുക്കൽ, അതുവഴി പ്രാപ്തിയുള്ള ഭരണ നിർവഹണം എന്ന് പറയുന്ന വിപ്ലവം 2014 നടപ്പിലായെങ്കിൽ അതിപ്പോൾ 2024 തുടരുന്നുണ്ടെങ്കിൽ കേരള രാഷ്ട്രീയ ഭരണ ചരിത്രത്തിലും അതേ ചരിത്രം ആവർത്തിക്കാനുള്ള പ്രവർത്തനമാണ് നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും. കയ്യൊന്നും നമുക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഗംഭീരമായ വിജയം ഒരുപക്ഷെ ജൂൺ 4-ാം തീയതി നിശ്ചയിച്ച് ജൂൺ 5-ാം തീയതി 2024 കേരളത്തിന്റെ തലക്കെട്ട് വാർത്തയായി പോയത് ഒരു അതുപോലെ സമാനമായ ഒരു തലക്കെട്ട് വാർത്തകളുടെ കൂട്ടത്തിൽ തിരുവനന്തപുരത്തിനും പാലക്കാടിനും ഒപ്പം തൃശ്ശൂരിനും ആ തലക്കെട്ട് വാർത്തയായി ഞാൻ എപ്പോഴും ഉറപ്പു തരുന്നു, നിങ്ങൾ ജയിച്ചു വന്ന കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്നതോടുകൂടി ഇതിനകത്ത് ഇല്ലാത്ത ഒരാവശ്യം. അതെന്റെ വികാരം തന്നെ. ശക്തൻ മാറും. എന്റെ കാഴ്ചപ്പാടല്ല, വലിയ സ്വപ്നം. ഭരണം പിടിച്ചെടുത്ത ഞാൻ ആദ്യം ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് കോർപ്പറേഷൻ ഇപ്പൊ നിലവിലുള്ള പൊളിച്ചു കളയുന്നതിന് മുമ്പ് ആ കെട്ടിടത്തിൽ ഞാൻ ശ്രീ മനോഹർലാൽ ഖട്ടർജിയെ കൊണ്ടുവന്ന് പ്രഖ്യാപനം ഇത് നിങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നു നൽകാൻ വേണ്ടി ഞാൻ ഒരു സൂചന നൽകുന്നു. ഇത്രയും സാധ്യതകൾ, ആ സാധ്യത പൂർണ്ണമായി നമുക്ക് ഉപയോഗിക്കും. ഒരവസരം ഭരണം പിടിച്ചെടുത്തുകൊണ്ട് നിങ്ങൾ സാധ്യമാണ്. ഈശ്വരൻ എല്ലാവർക്കും മനഃശക്തിയും കരശക്തിയും ഒക്കെ